അപ്പോൾ ഇതിൽ എനിക്കിപ്പോൾ നോട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ TKM കോളേജിൽ ഒരു ടീച്ചറാണ് ഇപ്പോൾ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള മൊഡ്യൂൾ 1-ന്റെ 57 പേജ് വരുന്നുണ്ട്. എൻ്റയർ കെമിസ്ട്രി ആണ് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ മൊഡ്യൂൾ വലിയ കുഴപ്പമില്ലാതെ പോകും. അല്ലെങ്കിൽ ബാക്കി 3 മൊഡ്യൂളും ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് C ഗ്രേഡൊക്കെ അല്ല മീൻസ് ഇതും കുഴപ്പമില്ല കേട്ടോ. ഇത് എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഓക്കെ, പക്ഷെ ഇതിൽ കണ്ടന്റ് കുറച്ച് കൂടുതലായിട്ട് മാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊരു ഡിസ്കഷൻ ആയിരിക്കും. നമ്മളിപ്പോൾ അത് അതിലൂടെ വേഗം പോവുമായിരിക്കും കേട്ടോ. മാക്സിമം ഒരു 30 മിനിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. അതിന് മുന്നേ നമ്മുടെ ക്ലാസ് തീരുവേ. ഫസ്റ്റ് മൊഡ്യൂളാണ്. അപ്പോൾ ആക്ച്വലി വി വർ ടു സ്റ്റാർട്ട് വിത്ത് ദിസ് മൊഡ്യൂൾ ബിക്കോസ് വി ആർ ഡിസ്കസിങ് അബൌട്ട് വാട്ട് മെറ്റീരിയൽസ് അല്ലേ, മോഡേൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, കോൺക്രീറ്റ് വി ഹാവ് കവേർഡ്. ആൻഡ് ഇൻ ദ സെക്കൻഡ് മൊഡ്യൂൾ ഏതൊക്കെയായിരുന്നു? അലുമിനിയം, സ്റ്റീൽ ആസ് മെറ്റീരിയൽസ് ആൻഡ് കോമ്പോസിറ്റ് മെറ്റീരിയൽസ്. ദെൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ ലാസ്റ്റ് മൊഡ്യൂൾ ഇൻ്റലിജൻറ്റ് മെറ്റീരിയൽസ് ഒക്കെ അല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻ്റലിജൻറ്റ് സ്മാർട്ട് മെറ്റീരിയൽസ് ലൈക്ക് ഷേപ്പ് മെമ്മറബിൾ അലോയ്സ് എന്നൊക്കെ ഒരു സാധനം നമ്മൾ യൂസ് ചെയ്തില്ലേ, അതായത് ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ട് ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അലോയ്സ്. അപ്പോൾ അങ്ങനെ റിസർച്ച് ഏരിയയിലൊക്കെ കൂടുതലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് മെറ്റീരിയൽസിനെ പറ്റിയിട്ട്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കുന്നത്. സോ ആക്ച്വലി വി വർ ടു സ്റ്റാർട്ട് വിത്ത് ദിസ് മൊഡ്യൂൾ കെമിസ്ട്രി ആൻഡ് ആറ്റോമിക് തിങ്സ് ഒക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ബോണ്ടിങ്, ആറ്റോമിക് അല്ലേ, നമുക്കറിയാമല്ലോ. അപ്പോൾ ഏതൊരു സിമെൻ്റ് ആണെങ്കിലും അതൊക്കെ എന്താണ്, അതിൻ്റെ ഒരു അറ്റോമിക് ഘടന അല്ലേ, അപ്പം അതൊക്കെ അറിഞ്ഞ ആ രീതിയിലൊക്കെയാണ് നമുക്ക്. ഇപ്പോൾ എല്ലാത്തിനും ബേസിക്കലി എവറി സബ്സ്റ്റൻസ് ഇസ് മേഡ് അപ്പ് ഓഫ് ആറ്റംസ് ആൻഡ് ആറ്റംസ് ബോണ്ട് ടുഗെദർ ടു ഫോം നീവ. എന്താണ് ആറ്റംസ് ചേർന്ന് എന്താണ്ടാവുക? ആറ്റംസ് ചേർന്ന് എന്താണ്ടാവുക? കെമിസ്ട്രിയിൽ നമ്മൾ 2 ആറ്റംസ് ചേർന്ന് നമ്മൾ എന്താ പറയുക? കേൾക്കുന്നുണ്ടോന്നും കൂടി ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മോളിക്യൂൾസ്, കറക്റ്റ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. ശരി. അപ്പൊ ആറ്റംസ് ചേർന്ന മോളിക്യൂൾ, ആ ഒരു ധാരണയൊക്കെ ഒന്നും കൂടി ഒക്കെ ഇതിൽ പറഞ്ഞു പോകുന്നു എന്നാണ്. ഈ പറഞ്ഞ പോലെ ഇതിൽ ഒരുപാട് പേജസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് പറ്റുന്ന പോലെ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അതിൽ മാമോ എടുത്ത് തുടങ്ങിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആറ്റോമിക് ബോണ്ടിങ് ഇതിൽ ഫസ്റ്റ് കണ്ടോ, റിവ്യൂ ഓഫ് ആറ്റോമിക് ബോണ്ടിങ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് വരുന്നത്. സോ വി നോ ആറ്റോമിക് ബോണ്ടിങ് റെഫേഴ്സ് ടു ദ ഫോഴ്സസ് ദാറ്റ് ഹോൾഡ് ടുഗെദർ ടു ഫോം ദ മോളിക്യൂൾസ് അല്ലേ. അപ്പോൾ ഏതൊക്കെ തരം ബോണ്ട്സ് ആണുള്ളതെന്നൊക്കെ സ്കൂളിൽ പഠിച്ചതല്ലേ. കോവാലൻ ബോണ്ട്, ഹൈഡ്രോജൻ ബോണ്ട്, അങ്ങനെയുള്ള കുറേ ബോണ്ടുകളൊക്കെ നമുക്ക് ഇതിന് താഴെ കാണാം. ടൈപ്സ് ഓഫ് ബോണ്ട്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് നോക്കിയാൽ മതി. അറ്റോമിക് ബോണ്ടിങ് എന്ന് പറയുമ്പോൾ യുനോ ബോണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണമാണ് ആറ്റംസ് ഹെൽഡ് ടുഗെദർ ആയിട്ടുണ്ടാവുക. അപ്പോൾ അത് മോളിക്യൂൾസ്, ആറ്റംസ് കമ്പൈൻ ടുഗെദർ ടു ഫോം ദി മോളിക്യൂൾസ്, ദെൻ മോളിക്യൂൾസ് ഇൻറ്റഗ്രേറ്റ് ടു ഫോം ദി സോളിഡ്സ് അല്ലേ, അങ്ങനെയല്ലേ. അപ്പോൾ അതാണ് ബോണ്ട്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ആറ്റത്തിൻ്റെ ഒരു സ്ട്രക്ചർ ഒക്കെ പറയുമ്പോൾ നമുക്കറിയാം ന്യൂക്ലിയസ് ആണ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് റണ്ണിങ് ഇൻ ദെയർ ഓർബിറ്റ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് റീകോൾ ചെയ്താൽ നല്ലതായിരിക്കും. പോസിറ്റീവ്ലി ചാർജ് ന്യൂക്ലിയസ്, നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് വിൽ ബി ഓർബിറ്റിംഗ് അല്ലെ, അങ്ങനെയല്ലേ, ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുക. ദെൻ ദ ടൈപ്സ് ദിസ് ഫണ്ടമെന്റൽ ഈ ഒരു കാര്യമാണ് നമുക്ക് കൂടുതലും മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഈ ഒരു മെറ്റീരിയൽസ്, നമ്മുടെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൽ നമ്മൾ സിവിൽ ആയതുകൊണ്ട് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് പഠിക്കുമ്പോൾ അവിടെ വരുന്ന മെറ്റൽസ് ആണെങ്കിലും അലോയ്സ് ആണെങ്കിലും സിമെന്റ് കോൺക്രീറ്റ് പോലത്തെ ഹൈഡ്രോജിനസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിലും ഈ ഒരു ആറ്റംസും മോളിക്യൂൾസ് ഒക്കെ ചേർന്നിട്ടുള്ള അതൊക്കെയാണ് ഇതിന്റെ ഫിസിക്കൽ, മെക്കാനിക്കൽ, തെർമൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി മെറ്റീരിയൽസ് ഇമ്പാർട്ടഡ് ആവുക അല്ലെ. ഡ്യൂ ടു ദിസ് attraction, force of attraction, actually the physical, mechanical and thermal chemical properties are emerged. Okay, then അതാണ് in engineering material, especially construction materialsൽ ഇതൊക്കെ അതാണ് എന്നുള്ളത്. കാരണം എന്താണ്, പല ലോഡ്, അതായത് സബ്സ്റ്റൻസസ് മേ ബി സോളിഡ്സ് മേ ബി സബ്ജക്റ്റഡ് ടു ഡിഫറെൻറ്റ് ലോഡ്സ്, ടെമ്പറേച്ചർ കണ്ടീഷൻസ് മാറാം, എൻവിറോൺമെൻറ്റൽ എക്സ്പോഷർ മാറാം. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ ആ ഒരു മാറ്റർ എന്താകാൻ പാടില്ല, ചേഞ്ച് ചെയ്യാൻ പാടില്ലല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അങ്ങനെ ചേഞ്ച് ആവുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, ആ ഷേപ്പ് മെമ്മറബിൾ അലോയ്സ് അങ്ങനത്തെ രീതിയിൽ അത് തിരിച്ച് വരാൻ, റിസ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യണം എന്ന തോട്ട് പ്രോസസ്സൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇതിലെ കാര്യങ്ങളൊക്കെ അറിയണം. എന്നാലേ മോഡേൺ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് ഈ ഒരു മൊഡ്യൂൾ പഠിക്കണം എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഒന്ന് വായിച്ചാൽ നിൽക്കുമ്പോൾ സ്റ്റേബിൾ കണ്ടീഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ. മോസ്റ്റ് ആറ്റംസ് ആർ സ്റ്റേബിൾ, ഈ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഷെൽഡ് ഇസ് ഫിൽഡ്, ആ രീതിയിൽ ഇരിക്കുമ്പോൾ സ്റ്റേബിൾ ആയിരിക്കും. ദെൻ ഇതൊക്കെ നോക്കിയാൽ മതി. പറഞ്ഞ ഞാൻ കുറെ കാലമായി കെമിസ്ട്രിയിലേക്കൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അതൊക്കെ നോക്കുക കേട്ടോ. ഓക്കെ, വൈ ഇറ്റ് ഈസ് ഇൻ ദ അൺസ്റ്റേബിൾ കണ്ടീഷൻ, വൈ ഇറ്റ് ഈസ് ഇൻ ദി സ്റ്റേബിൾ കണ്ടീഷൻ, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് അറിയേണ്ടത്
വൈ ബോണ്ടിങ് ഇസ് ഇമ്പോർട്ടൻറ്റ് മീൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സ്ട്രെങ്ത് സ്റ്റിഫ്നെസ് അല്ലെ. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ലോഡ് ടേക്കിംഗ് കപ്പാസിറ്റി, സ്റ്റിഫ്നെസ് പറയുമ്പോൾ എന്താണ്, സ്റ്റിഫ്നെസ് എന്താണ് സാനിയ, സ്ട്രെങ്ത്തും സ്റ്റിഫ്നെസ്സും തമ്മിൽ എന്താണ് വ്യത്യാസം? ജസ്റ്റ് മൈക്ക് ഓൺ ചെയ്തിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞോളൂ, എനിക്ക് കേൾക്കുന്നുണ്ടോന്നൊന്ന് വെരിഫൈ ചെയ്യാൻ കൂടിയിട്ടാണ്. സ്ട്രെങ്ത്തും സ്റ്റിഫ്നെസ്സും തമ്മിൽ എന്തായിരിക്കും വ്യത്യാസം? ഹലോ ഹലോ ഞാൻ പറയുന്ന പൊട്ടി ബ്രേക്ക് ആയി പോണ്ടാ? ഇവിടുത്തെ നെറ്റ് അത്ര കേക്കാണ്ട് അല്ലേ? അതെ അല്ലേ, ഞാൻ എന്തായാലും ഇത് ഇതാണെങ്കിൽ ഇത് മറ്റേത് കിട്ടണില്ല, മറ്റേ നെറ്റ് കിട്ടണില്ല. റെക്കോർഡിങ് ചെയ്യുന്നുണ്ട്, കേൾക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കേട്ടാ മതി കേട്ടാ. ഓക്കെ, നന്ദന ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ശരി ശരി. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എന്താ, ലോഡ് ടേക്കിംഗ് കപ്പാസിറ്റി അല്ലേ. സ്റ്റിഫ്നെസ് പറയുമ്പോൾ എന്താണ്, ദ ഫോഴ്സ് റിക്വയർഡ് ടു മേക്ക് യൂണിറ്റ് ഡിഫ്ലക്ഷൻ അല്ലെ. 1 സെന്റിമീറ്റർ അത് ഡിഫ്ലക്റ്റ് ആവാനായിട്ട് നമ്മൾ എത്ര, നിങ്ങൾ SC ഒക്കെ പഠിക്കുമ്പോൾ കെ എന്നുള്ള വാല്യൂ യൂസ് ചെയ്യില്ലേ, അതിൽ നമ്മൾ പറയും സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡിഫ്ലക്ഷനെയാണ് സ്റ്റിഫ്നെസ് പറയുക. അത് വെർട്ടിക്കൽ സ്റ്റിഫ്നെസ് എന്നുള്ള രീതിയിലൊക്കെ അല്ല സോറി ലാറ്ററൽ സ്റ്റിഫ്നെസ് എന്നുള്ള രീതിയിലൊക്കെ, ആക്സിയൽ സ്റ്റിഫ്നെസ് എന്നുള്ള രീതിയിൽ പല രീതിയിൽ നമ്മളത് യൂസ് ചെയ്ത് പോകാറുണ്ട് കേട്ടോ. അതുപോലെ ഇതിന്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ, ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി, ഡക്ടിലിറ്റി, ബ്രിട്ടിൽനെസ് അല്ലെ, ഡക്റ്റൈലാവും. സ്റ്റീലൊക്കെ ഡക്റ്റൈലാണ്, കോൺക്രീറ്റ് PCC പോലത്തെ സംഭവങ്ങളൊക്കെ ബ്രിട്ടിലാണ്. അതുപോലെ ഓരോ വസ്തുക്കളുടെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ, ഇപ്പൊ ബിറ്റുമിൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആലോചിക്കൂ, റോഡ് പണിക്ക് നമ്മൾ ബിറ്റുമിൻ ഒക്കെ യൂസ് ചെയ്യില്ലേ, അപ്പൊ അതിന്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ, അങ്ങനെ എല്ലാ ഈ വക കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അതിന്റെ ബേസിക്കലി ആറ്റോമിക് ബോണ്ടിങ് ആണ് അത് നിർണ്ണയിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ഞാനിത് വേഗം ഓടിച്ചിട്ട് പോയാൽ പറയാം, ഇതൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. ടൈപ്സ് ഓഫ് ബോണ്ട്സ് ഒന്നും ഞാൻ പറയുന്നില്ല. അയോണിക് ബോണ്ട് ഒക്കെ വായിക്കുക കേട്ടോ. ഇവിടെ കോവാലൻ ബോണ്ട്, ഇപ്പൊ ഈ ഒരു ബോണ്ട്സ് ഒക്കെ കാരണമാണ് സ്ട്രെങ്ത് ഹാർഡ്നെസ് എന്നൊക്കെ രീതിയിൽ. മെറ്റാലിക് ബോണ്ടിങ് കണ്ടോ, മെറ്റാലിക് ബോണ്ടിങ് ആണ് കാരണമാണ് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ചില മെറ്റാലിക് ബോണ്ടിങ് വരില്ലേ, എക്സാമ്പിൾ ഇവർ പറയുന്നുണ്ട് തോന്നുന്നു, അങ്ങനത്തെ വസ്തുക്കളിൽ ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, ഡക്ടിലിറ്റി, മാലിബിലിറ്റി, ഇതൊക്കെ വരും കേട്ടോ. ദെൻ സെക്കൻഡറി വീക്ക് ഇതൊക്കെ നോക്കുക. ദെൻ ഇമ്പോർട്ടൻസ് ആറ്റോമിക് ബോണ്ടിങ്, ഇതൊക്കെ തന്നെ നമ്മൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിലാണ് ഇലാസ്റ്റിക് മോഡുലസ്, നല്ല ഗുഡ് ആറ്റോമിക് ബോണ്ടിങ് ആണെങ്കിൽ ഇലാസ്റ്റിക് മോഡുലസ്, അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ അഡ്ഹിയർഡ് ആവും. ഓക്കെ, ദെൻ ഇപ്പൊ ഇത് തന്നെയാണ് വീണ്ടും വീണ്ടും സ്ലൈഡിലൊക്കെ വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ വേഗം പോവാട്ടോ. ഇതിന്റെ ഒരു പിക്ചർ ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ. സോഡിയം ക്ലോറൈഡിന്റെ സെറാമിക്സ് എന്നുള്ളതിൽ അയോണിക് ബോണ്ടിങ് ആണെങ്കിൽ ഡയമണ്ടിന്റെ ഒരു കോൺഫിഗറേഷൻ, എക്സിസ്റ്റൻസ് ഓഫ് ഡയമണ്ട് ഈസ് ഡ്യൂ ടു ദി വാട്ട്, കോവാലൻ ബോണ്ടിങ് അല്ലെ. 2 ആറ്റംസ് തമ്മിലുള്ള കോവാലൻ ബോണ്ടിങ് കാരണമാണ് ഡയമണ്ട് സിലിക്കൺ. സ്റ്റീൽ ആണെങ്കിൽ അവിടെ മെറ്റാലിക് ബോണ്ടിങ് ആണ്. മനസ്സിലായോ? മെറ്റൽസിലൊക്കെ യൂഷ്വലി മെറ്റാലിക് ബോണ്ടിങ് ആയിരിക്കും. പോളിമേഴ്സ് വുഡിൽസ് ഒക്കെ വാണ്ടർവാൾ ഫോഴ്സ് എന്നൊക്കെ പറയുന്നുണ്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ലൈഡ് ജസ്റ്റ് ഒന്ന് നോക്കുക. ദെൻ നമ്മുടെ അടുത്ത ടോപ്പിക് സ്ട്രക്ചർ ഓഫ് സോളിഡ്സ് ആൻഡ് ഡിഫക്ട്സ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ വരുന്നത് സോളിഡ്സിന് നമുക്ക് അമോർഫസ് ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവില്ലേ നിങ്ങൾ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടാ. ഓക്കെ, ദെൻ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ക്യാരക്ടറിസ്റ്റിക്സ്, ഇൻഫ്ലുവൻസ്, പ്ലാസ്റ്റിക് റിഫോർമേഷൻ. അമോർഫസ് സോളിഡ്സിന് ദേ ഡു നോട്ട് ഹാവ് കണ്ടോ ഡിഫൈൻ ലാറ്റിസ് റിപ്പീറ്റിംഗ് യൂണിറ്റ് സെൽ. അപ്പൊ ഈ രീതിയിലൊക്കെയാണ് അത് വരുന്നത്. പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇതൊക്കെ ആയിരിക്കും അമോർഫസ്. എക്സാമ്പിൾ കണ്ടോ, ഗ്ലാസ് ഒക്കെ അമോർഫസ് ആണ്. ഗ്ലാസ്, ബിറ്റുമിൻ, സം പോളിമേഴ്സ് ഒക്കെ അമോർഫസ് ആണ്. ഓക്കെ, ഇനി അതില് ഡിഫക്ട്സ്, അമോർഫസ് സോളിഡ്സിന്റെ ഡിഫക്ട്സ് വരുന്നത് സ്ട്രെങ്ത്. ഇപ്പൊ ഗ്ലാസിനൊക്കെ സ്ട്രെങ്ത് കുറവല്ലേ, അതുപോലെ അതിന്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, പ്ലാസ്റ്റിക് ഫോർമേഷൻ, ക്രീപ്പ് ബിഹേവിയർ ഒക്കെ ഉണ്ടായിരിക്കും. ആ രീതിയിലൊന്ന് വായിച്ചു വിട്ടാൽ മതി കേട്ടോ. ഓക്കെ, അടുത്തത് ഇത് നോക്കി നോക്കാം. ഈ ടോപ്പിക് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കവർ ചെയ്യാം. നമുക്ക് അടുത്തതിലേക്ക് പോവാം കേട്ടോ. ഇനി അടുത്തൊരു ടോപ്പിക് പറയുന്നത് ഡിഫ്യൂഷൻ എന്ന് പറയുന്നതാണ്. ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എ മൂവ്മെന്റ് ഓഫ് ആറ്റംസ്, അയോൺസ്, മോളിക്യൂൾസ് ഫ്രം വൺ റീജിയൻ ടു അനദർ ലോ കോൺസെൻട്രേഷൻ ഡ്യൂ ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്നുള്ള രീതിയിലാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഡിഫ്യൂഷൻ എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് എ മൂവ്മെന്റ് ഓഫ് ആറ്റംസ്, അയോൺ, മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോ കോൺസെൻട്രേഷൻ. ഓക്കെ, ദെൻ
അല്ലെ നമ്മളെ പറയാറില്ലേ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന്, എന്താ പറയാ, ഫ്രീ സ്റ്റേറ്റിലേക്ക് വരും, ആ രീതി ആയിരിക്കാം. അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഈ ഡിഫ്യൂഷൻ എന്നൊക്കെ പറയുന്നത്? അപ്പൊ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഇനി ഇവിടെ ഡിഫ്യൂഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ഡിഫ്യൂഷൻ ഇൻ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്. ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ? അപ്പൊ നമ്മൾ എന്തെങ്കിലും ആലോചിച്ചോളൂ, ടെമ്പറേച്ചറിന്റെ ഒരു ഭയങ്കര, അപ്പൊ നമ്മൾ എന്തെങ്കിലും വസ്തുവിനെ ഹീറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലേ, ആ ഒരു ഹീറ്റ് പ്രൊപ്പഗേഷൻ വരില്ലേ മെറ്റലിലൊക്കെ? അപ്പൊ അതെന്താണ്? അത് ഒരു ആറ്റംസ്, മൂവ്മെന്റ് ഓഫ് ആറ്റംസ്, അയോൺസ് ഓർ മോളിക്യൂൾസ് ഫ്രം, അങ്ങനെ എന്തെങ്കിലും. ഇപ്പൊ എയർ ഒക്കെ നമ്മൾ അതിലെ കംപ്രസ് ചെയ്യുമ്പോൾ എയറിലെ ആറ്റംസ് ഒക്കെ ഡിഫ്യൂസ്ഡ് ആവില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ മെറ്റൽസ് ആണെങ്കിലും അതിനെന്തെങ്കിലും ടെമ്പറേച്ചറോ ഹീറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ ആ രീതിയിൽ. അപ്പോൾ അതെന്താണ്? അങ്ങനെ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ആണ്. ഡിഫ്യൂഷൻ ഇസ് മൂവ്മെന്റ് ഓഫ് ആറ്റംസ്, അയോൺസ്, ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ, കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ കാരണം അങ്ങനെ മൂവ്മെന്റ് വരുമ്പോഴാണ് അതിനെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അതിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ കൊറോഷനിലൊക്കെ നമ്മൾ ഈ ഡിഫ്യൂഷൻ ക്യാരക്ടർ ഫിനോമിനെ എന്താ പറയുക, ഇറ്റ് ഈസ് കൊറോഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഡിഫ്യൂഷൻ ഈസ് ആക്ച്വലി ഇൻവോൾവ് ആണ് കേട്ടോ. അപ്പൊ അതായത് കൊറോഷൻ എപ്പോഴാണ് മെറ്റൽസ് കൊറോഡ് ആവുന്നത്? ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴല്ലേ. നമ്മളിപ്പോൾ കൊറോഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഫെറസ് ഓക്സൈഡ് ഫോർമേഷൻ അല്ലേ വരുന്നത് മെറ്റൽസിലൊക്കെ. അപ്പോൾ അതുപോലെ നമ്മൾ ക്ലോറൈഡ് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ് കോൺക്രീറ്റിൽ നിങ്ങൾ പഠിക്കും. ക്ലോറൈഡിന്റെ ഒക്കെ ഒരു ഇത് വരുമ്പോൾ, ക്ലോറൈഡ് അയോൺസ് കാർബണേഷൻ കാരണം, ക്ലോറിനേഷൻ കാരണമൊക്കെ നമ്മുടെ കോൺക്രീറ്റ് മെമ്പേഴ്സ് കൊറോഡ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ കോൺക്രീറ്റിന്റെ കൊറോഷൻ പറയുകയാണെങ്കിൽ കോൺക്രീറ്റ് ബീംസിലൊക്കെ ചിലപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ചെന്നിട്ട് അത് കാർബണേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വന്നിട്ട്, നിങ്ങൾ എസ്റ്റേറ്റിൽ ഇവരൊക്കെ ഒരു ഇലക്ടീവ് പഠിക്കുന്നുണ്ട്, അതിൽ റിപ്പയർ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന പേപ്പറിൽ ഇതിനെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. കാർബണേഷൻ ഇൻഡ്യൂസ് കൊറോഷൻ വരാറുണ്ട്, ക്ലോറൈഡ് അറ്റാക്ക് കാരണം കൊറോഷൻ വരാറുണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ ഓക്സിജൻ ഒക്കെ അവിടെ വന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഒക്കെ ചേർന്നിട്ട് അതിനെ എന്താ പറയാ, ഒരു നമ്മുടെ ബി മെമ്പറിനെ ഒക്കെ കൊറോഡ് ചെയ്യും. ഓക്കെ, അപ്പൊ കൊറോഷൻ പ്രോഡക്ട്സ് ഒക്കെ ഫോം ചെയ്യും. അപ്പൊ അതൊക്കെ ഈ ഡിഫ്യൂഷന്റെ ബേസിൽ നമുക്ക് പറഞ്ഞു പോകാവുന്ന ഒരു പ്രോസസ്സുകളാണ്. അതുകൊണ്ടാണ് അത്ര ഡിഫ്യൂഷനെ പറ്റി നമ്മൾ കൂടുതലും ഡിസ്കസ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ഇനി ക്രീപ്പ് എന്ന് പറയുന്നത് എന്താണ്? അറ്റ് ഹൈ ടെമ്പറേച്ചർ ആറ്റംസ് സ്ലോലി മൂവ് അണ്ടർ സ്ട്രെസ്. ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ സ്ട്രെസ് കാരണം ആറ്റംസ് സ്ലോലി മൂവ് ചെയ്യുകയാണെങ്കിൽ അത് കാരണം ടൈം ഡിപ്പെൻഡന്റ് ഡിഫോർമേഷൻ. ക്രീപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ടൈം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു സസ്റ്റെയിൻഡ് ഡിഫോർമേഷൻ ഡ്യൂ ടു എന്നുള്ള രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. അണ്ടർ സ്ട്രെസ്, ഒരു സ്ട്രെസ് കാരണം ഒരു സസ്റ്റെയിൻഡ് ആയിട്ടൊരു ഡിഫോർമേഷൻ വരികയാണെങ്കിൽ അതിനെ ക്രീപ്പ് എന്ന് പറയും എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റിൽ പഠിച്ചിട്ടുണ്ടാവും, കോൺക്രീറ്റിലൊക്കെ. അപ്പൊ അതും ഈ പറയുന്ന പോലെ ഡിഫ്യൂഷൻ അതിന്റെ ബാക്കപ്പ് ആയിട്ട് ഡിഫ്യൂഷനെ നമുക്ക് പറയാം. സ്റ്റീൽ സ്ട്രക്ചേഴ്സിലും കോൺക്രീറ്റിലൊക്കെ ഈ ക്രീപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഡിഫോർമേഷൻ കാണാറുണ്ട്. അപ്പൊ അതും നമുക്ക് ഈ ഡിഫ്യൂഷന്റെ ബേസിൽ പറഞ്ഞു പോവാം. അതുപോലെ ഹൈഡ്രേഷൻ ഇൻ സിമെന്റ്, വാട്ടർ സിമെന്റ് ആയിട്ട് ഇതാവുമ്പോഴല്ലേ ഒരു പേസ്റ്റ് ജെൽ ഫോർമേഷൻ വരും, പോർ സൊല്യൂഷൻ ഫോർമേഷൻ വരും. അവിടെ ഈ ഡിഫ്യൂഷൻ അവിടെ ബേസ്ഡ് ആണ് എന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി അതുപോലെ ഇത് നോക്കിയാൽ മതി. ടൈപ്സ് ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് 2 തരം ഡിഫ്യൂഷൻ ഉണ്ട്. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഇതിന് ഈ പറഞ്ഞ പോലെ ഈ നോട്ട് ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ കുറച്ച് പേര് വന്നിട്ടില്ല, അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. DKMലെ ടീച്ചർ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കിയ നോട്ടാന്ന് അവർ പറഞ്ഞു. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കതൊന്ന് കട്ട് ഷോർട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ക്ലാസ്സും കൂടി കിട്ടുകയാണെങ്കിൽ ആ ക്ലാസ്സിൽ ഇതിനെ കട്ട് ഷോർട്ട് ചെയ്ത രീതിയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ട് നമുക്ക് ഒരു ക്ലാസ്സും കൂടി വേണ്ടി വരും വൈൻഡ് അപ്പ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ ഇത് നമുക്ക് കുറച്ച് പോയിന്റ്സ് പഠിച്ച് ബാക്കി നിങ്ങൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഡിഫ്യൂഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ആറ്റോമിക് സ്ട്രക്ചർ ആൻഡ് ഡിഫക്ട്സ്. അപ്പോൾ 2 തരത്തിലുള്ള ഡിഫ്യൂഷൻ ഉണ്ട്. അതൊക്കെ കെമിസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഫുൾ കെമിസ്ട്രി മൊഡ്യൂളാണ്. ദെൻ ഇൻഡസ്ട്രിയൽ ഡിഫ്യൂഷൻ, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കാം. വേറൊരു ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിഫ്യൂഷൻ, അത് നോക്കാം. ടെമ്പറേച്ചർ അല്ലേ, ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എയർ ഒക്കെ തന്നെ ആലോചിച്ച് നോക്കും. നമ്മൾ എയർ, വാം എയർ അല്ലെ, നമ്മൾ പറയില്ലേ ഇപ്പൊ എന്തെങ്കിലും ചൂടാക്കുമ്പോൾ എയർ ലൈറ്റ് ആയിട്ട് അല്ലെ, നമ്മൾ എന്തെങ്കിലും കത്തിക്കാന്ന് ഓപ്പൺ ബേണിങ് നിങ്ങൾ ചെയ്യാന്ന് വിചാരിച്ചോളൂ. അപ്പൊ അതിന്റെ മുകളിൽ ഇങ്ങനെ എയർ ലിഫ്റ്റ് ആവുന്ന കാണാറില്ലേ, നമ്മുടെ പൊടി പടലങ്ങളൊക്കെ ഇങ്ങനെ ലിഫ്റ്റ് ആയി പോവില്ലേ. അപ്പൊ ടെമ്പറേച്ചർ കാരണം എയർ മോളിക്യൂൾസ് വാമായിട്ട് ലൈറ്ററായിട്ട് മുകളിലേക്ക് പോകുന്നത് നമ്മൾ ഡിഫ്യൂസ് ആയിട്ട് പോകുന്നത് കാണാറുണ്ട്. അപ്പൊ ടെമ്പറേച്ചർ ആണ്. അതുപോലെ ആറ്റോമിക് സൈസ്,
ഗ്യാസ് മോളിക്യൂൾസിന്റെ ഒക്കെ സൈസ് കൂടുതലാണെങ്കിൽ അത് പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്ത് പോവില്ലേ. ദെൻ അതിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ, ഗ്രെയിൻ ബൗണ്ടറീസ് പറയുന്ന ഒരു ടേം പറയുന്നുണ്ട്. ദെൻ അതിന്റെ ഡിഫക്ട് കോൺസെൻട്രേഷൻ, ഈ വക കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഡിഫ്യൂഷന്റെ മീൻസ് റേറ്റ് ഒക്കെ കൂടാം എന്നുള്ള രീതിയിലൊക്കെയാണ് സംഭവം പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഡിഫ്യൂഷൻ എന്താണ്? അപ്പൊ ഈ കൊറോഷനും ഈ പറയുന്ന ക്രീപ്പും ഒക്കെ അത് ഡിപെൻഡന്റ് അപ്പോൺ ഡിഫ്യൂഷൻ ആയിട്ടാണ് വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് നോക്കി പോകണം കേട്ടോ. പിന്നെ ഇതിനെ ഡിഫ്യൂഷനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ലോസ്, ഫിക്സ് ഫസ്റ്റ് ലോ, ഇതൊക്കെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ നോക്കാം. ഇനി അടുത്തത് മൈക്രോ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് വരുന്നത്. ഡെവലപ്മെന്റ് ഓഫ് മൈക്രോ സ്ട്രക്ചർ. മൈക്രോ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ദി മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി ഒബ്സർവ് അണ്ടർ എ മൈക്രോസ്കോപ്പ് അല്ലേ. അപ്പൊ മൈക്രോസ്കോപ്പിലൂടെ കാണുന്നതിനെയാണ് നമ്മൾ മൈക്രോ സ്ട്രക്ചർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിന്റെ ഗ്രെയിൻ സൈസ്, അതിൽ എന്തൊക്കെ ഫേസസ് ഉണ്ട് അല്ലേ. അപ്പൊ അതിലെന്തായിരിക്കും, അപ്പോൾ സോളിഡ് ഫേസ്, ലിക്വിഡ് ഫേസ്, ഇന്റർസ്റ്റീഷ്യൽ ഫേസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അതുപോലെ അതിന്റെ ഗ്രെയിൻ ബൗണ്ടറീസ്, പോർ സ്പേസസ്, ഇൻക്ലൂഷൻസ്, ഡിസ്ലൊക്കേഷൻസ്, ക്രാക്സ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ഒരു മെറ്റീരിയലിൽ. ഏതെങ്കിലും ബീമോ അങ്ങനെ എന്തെങ്കിലും കോൺക്രീറ്റിന്റെ ഒക്കെ സ്റ്റഡിയിൽ നമുക്ക് മൈക്രോസ്കോപ്പിക് വ്യൂയിലൂടെ അതിൽ ക്രാക്ക് ഉണ്ടോ, ഇൻക്ലൂഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് സ്റ്റഡി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കി വിടുക, മീൻസ് മനസ്സിലാക്കുക. മൈക്രോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു മെറ്റീരിയൽ വുഡോ ടിമ്പറോ സ്റ്റീലോ കോൺക്രീറ്റോ എന്തോ ആട്ടെ അത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ, ഒപ്റ്റിക്കൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതാണ്. അപ്പൊ നോക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. XRD എന്നൊക്കെ പറയുന്നത് അല്ലേ, എന്താണ് എക്സ്റേ ഡിഫ്രാക്ഷൻ ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിന്റെ പ്ലോട്ടും അതിന്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇല്ലേ, നമ്മുടെ സ്കാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണില്ലേ. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് അതിനെ സ്കാൻ ചെയ്തിട്ട് ഇമേജസ് ആയിട്ട് ഇതിനെ സ്റ്റഡി ചെയ്യാൻ പറ്റും. നൗ എന്താണ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മളിപ്പോൾ സൈറ്റിലെ പിള്ളേരൊക്കെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ കോൺക്രീറ്റിലോ സോയിലോ അങ്ങനെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം അവർ അതിൻ്റെ ഒരു മൈക്രോസ്കോപ്പിക് വ്യൂ ഒക്കെ എടുത്ത് നോക്കാറുണ്ട്. അപ്പോൾ അതിലൂടെ അവർക്ക് അതിൻ്റെ സ്ട്രെങ്ത്, അതിൻ്റെ എന്താ പറയുക, ഒരു അറ്റോമിക് സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ അറ്റോമിക്കോ അതിൻ്റെ ഒരു ഏറ്റവും ബേസിക് ലെവലിലുള്ള രീതിയിൽ അതിൻ്റെ സ്ട്രെങ്ത് അറ്റൈൻ ആയി എന്ന് പറയണമെങ്കിൽ നമുക്കത് പറയണ്ടേ അല്ലേ. ആ അറ്റോമിക് ബോണ്ടിങ്ങിനെ എൻഹാൻസ് ചെയ്തു എന്നുള്ളത് ഇപ്പോൾ എന്തെങ്കിലും സിമെന്റിൽ എന്തെങ്കിലും അഡ്മിക്സ്ചേഴ്സ് നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ അഡ്മിക്സ്ചറും നമ്മുടെ സിമെന്റും തമ്മിലൊരു ക്ലിങ്ങിങ് ഫോഴ്സ് അല്ലെങ്കിൽ അതൊരു ബോണ്ടിങ് വന്നു എന്ന് പറയുമ്പോഴല്ലേ നമുക്കത്, അപ്പം അത് ഒബിയസ് ആവുന്ന എങ്ങനെയാണ്, നമ്മൾ ഈ മൈക്രോ സ്ട്രക്ചർ സ്റ്റഡി ചെയ്താലാണ് നമുക്കത് അല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ മൈക്രോ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സ്ട്രെങ്ത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സ്ട്രെങ്ത് ഇംപ്രൂവ്ഡ് ആയോ എന്നുള്ളത് മൈക്രോസ്കോപ്പിക് സ്റ്റഡിയിലൂടെ, അതുപോലെ അതിൻ്റെ പെർമിയബിലിറ്റിയിൽ ചേഞ്ചസ്, ഡ്യൂറബിലിറ്റി, ഫ്രാക്ചർ ബിഹേവിയർ ആൻഡ് ക്രാക്ക് ബിഹേവിയർ ഒക്കെ സ്റ്റഡി ചെയ്യണമെങ്കിൽ നമുക്ക് ഈ മൈക്രോസ്കോപ്പിക് വ്യൂ മൈക്രോ സ്ട്രക്ചർ സ്റ്റഡി ചെയ്താലേ പറ്റുള്ളൂ. പിന്നെ അടുത്തൊരു ടോപ്പിക് ഫേസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ അറ്റോമിക് ബോണ്ടിങ്, നമ്മുടെ മെറ്റീരിയൽസിന്റെ ഒരു കെമിസ്ട്രിയാണ് ഈ മൊഡ്യൂളിൽ വരുന്നത് കേട്ടോ. മെറ്റീരിയൽ കെമിസ്ട്രിയാണ് വരുന്നത്. അപ്പം അതിൻ്റെ കുറേ ടേംസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇനി ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് അടുത്തൊരു ടോപ്പിക് വരുന്നത്. വാട്ട് ഈസ് ഫേസ്? ഫേസ് ഈസ് എ റീജിയൻ ഓഫ് മെറ്റീരിയൽ വിത്ത് യൂണിഫോം കെമിക്കൽ കോമ്പോസിഷൻ ഒരേപോലെ അല്ലെ. നമ്മൾ സോയിലിൽ നമ്മൾ പറഞ്ഞില്ലേ 3 ഫേസ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ സോയിലിൽ മണ്ണും എയറും വാട്ടറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഹൈഡ്രോജനസ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ഫേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ അതിൽ 3 ഫേസുകളായിട്ട് നമുക്ക് അതിനെ പറയാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഏറ്റവും കോഴ്സർ ആയിട്ടുള്ള സോയിൽ താഴെ, അതിൻ്റെ മുകളിൽ വാട്ടർ, അതിൻ്റെ മുകളിൽ ഏറ്റവും ലൈറ്റർ ആയിട്ട് നമുക്ക് എയറിനെ പ്ലേസ് ചെയ്യാം എന്നുള്ള രീതിയിൽ 3 ഫേസ് പഠനമായിട്ട് 3 ഫേസ് ഡയഗ്രാം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുപോലെ ഏതൊരു മെറ്റീരിയലിനാണെങ്കിലും അതിൻ്റെ യൂണിഫോം കെമിക്കൽ കോമ്പോസിഷൻ, യൂണിഫോം ക്രിസ്റ്റൽ സ്ട്രക്ചർ, ഡിസ്റ്റിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ബേസ് ചെയ്തിട്ട് പറയപ്പെടുന്ന ഒരു വാക്കാണ് അതിൻ്റെ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കണ്ടോ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് കോൺക്രീറ്റിൽ സിമെന്റ് പേസ്റ്റും അഗ്രിഗേറ്റും ഉണ്ട്. അത് ഒരു ഹെട്രോജിനസ് ആയിട്ടാണെങ്കിലും നമുക്ക് തന്നെ തരം തിരിച്ചിട്ട് എന്ത് പറയാം, അതിലൊരു സിമെന്റ് പേസ്റ്റ് ഫേസും ഉണ്ട്, അഗ്രിഗേറ്റിന്റെ ഫേസ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയാം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി ഫേസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഫേസ് ഒരു ഫേസിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് മാറുക, ടെമ്പറേച്ചർ ചേഞ്ച് വരുമ്പോൾ അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ മെഴുകുതിരിയുടെ കാര്യമല്ലോ വെച്ചോ, മെഴുകുതിരി ഉരുകുന്നത് എപ്പോഴാണ്, ടെമ്പറേച്ചർ ഇതാവുമ്പോഴല്ലേ. പ്രഷർ കാരണം എന്താ ഉണ്ടാവുക അല്ലേ. പ്രഷർ കാരണം ചില സാധനങ്ങൾ പ്രഷറൈസ്ഡ് ആകുമ്പോൾ നിങ്ങൾ സ്കൂളിലൊക്കെ നമ്മൾ ബോയിൽസിലോ അങ്ങനെ എന്തൊക്കെ പഠിച്ചിട്ടില്ലേ. അപ്പോൾ ആ രീതിയിൽ ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതിലേക്കായിട്ട് അതായിട്ട് മാറും. അപ്പം അങ്ങനെ നമുക്കറിയാം. അതുപോലെ കോമ്പോസിഷൻ മാറുമ്പോഴും ഈ പറയുന്ന പോലെ ചേഞ്ചസ് വരാറുണ്ട്.
അല്ലെ? നമ്മൾ പല വീഡിയോസും കാര്യങ്ങളും കാണുമ്പോൾ അറിയാം, എന്തെങ്കിലും ഒരു വസ്തുവിൽ നമ്മൾ വേറെ എന്തെങ്കിലും വസ്തു ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ആ ഫേസേ മാറുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഇവിടെ ഫേസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുന്നത്, എക്സാമ്പിൾ കാസ്റ്റിംഗ് ഓഫ് സ്റ്റീൽ ചെയ്യുമ്പോൾ ലിക്വിഡ് അവസ്ഥയിലുള്ള സ്റ്റീല് അതിന് സോളിഡ് ആയിട്ട് മാറും. ദെൻ സോളിഡിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്. അപ്പൊ മെറ്റൽസ് കുരുക്കി നമ്മൾ അതിന്റെ ലൈനി അത് സോളിഡിഫൈ ചെയ്യുമ്പോഴാണ് മെറ്റലായിട്ട് മാറുന്നത്. മനസ്സിലായോ? ഇതിന്റെ മെക്കാനിസം ഒക്കെ എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. സോളിഡ് ആവുന്ന ട്രാൻസ്ഫോർമേഷൻസും ഉണ്ട്. ഇതിന്റെ ഓറിൽ നിന്ന് നമ്മൾ അതിന്റെ മിനറലാക്കി മാറ്റി, അങ്ങനെയൊക്കെ അതൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കി വിടുക കേട്ടോ. ഓക്കെ, പകുതി സ്ലൈഡായി, നമുക്ക് വേഗം ഇത് സ്ലൈഡ് നോക്കി പോയിന്റ്സ് കണക്ട് ചെയ്തിട്ട് പറഞ്ഞു പോവാം. ഇനി കോൺക്രീറ്റിന്റെ നമ്മൾ മൈക്രോ സ്ട്രക്ചർ പറയുമ്പോൾ ഇവിടെ ജസ്റ്റ് നോക്കി പോവാം. കോൺക്രീറ്റ് മൾട്ടി ഫേസ് കോമ്പോസിറ്റ് ആണ് അല്ലെ? കോൺക്രീറ്റിൽ പല സിമെന്റ് ബേസ്ഡ് അഗ്രേറ്റ്, അതുപോലെ ഇത് കണ്ടോ, ഇതൊക്കെ വരുന്നുണ്ട്. പോർ സ്പേസസ് ഉണ്ട്, ഹൈഡ്രേഷൻ പ്രോഡക്ട്സ് അഗ്രേറ്റ്. ഇത് കോൺസ്റ്റുവൻസ് അല്ല പറയുന്നത്. നമ്മുടെ സിമെന്റിന്റെ മൈക്രോസ്കോപ്പിക് വ്യൂവിൽ നമുക്ക് സിമെന്റ് പേസ്റ്റിന്റെ ഒരു ഫേസ് കാണാം, അഗ്രേറ്റ്സ് ഫേസ്, ഹൈഡ്രേഷൻ പ്രൊഡക്റ്റ്, ദെൻ പോർസ്, പറഞ്ഞ പോലെ വോയിഡ് സ്പേസസ്, ഇന്റർസ്റ്റീഷ്യൽ ട്രാൻസിഷൻ സോൺ എന്നുള്ള രീതിയിൽ ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു XRD ഇമേജ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതൊക്കെ പോർസ്, ടൈപ്സ് ഓഫ് പോർസ്, ജെൽ പോർസ്, കാപ്പിലറി പോർസ്, എയർ വോയിഡ്സ് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇതിന്റെ പോർസും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റിസർച്ച് ഏരിയ ആണ് കേട്ടോ, കോൺക്രീറ്റിന്റെ ഒക്കെ XRD എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് സെമിനാറും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനെ പറ്റിയൊക്കെ സ്റ്റഡി ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ വെറ്റിംഗ്, അപ്പൊ അതൊക്കെ നോക്കാം. നമുക്ക് അടുത്ത ഒരു സെക്ഷനിലേക്ക് പോവാം. ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, റെസ്പോൺസ് ഓഫ് മെറ്റീരിയൽസ് ടു സ്ട്രെസ്. അതായത് എന്താണ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ, നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, അല്ലെ? നമ്മൾ പറഞ്ഞില്ലേ, ഒരു സാധനം നമ്മൾ കയ്യിൽ വെച്ചിട്ട് അതിന് രണ്ട് സ്ഥലത്തേക്ക് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇന്റേണൽ സ്ട്രെസ് മൊബിലൈസ് ചെയ്യില്ലേ? അപ്പൊ അതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുക. ഇന്റേണൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, ദാറ്റ്സ് നോൺ ആസ് സ്ട്രെസ്. വെൻ എ മെറ്റീരിയൽ സബ്ജക്റ്റഡ് ടു എക്സ്റ്റേണൽ ഫോഴ്സ്, ഇന്റേണൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡെവലപ്പ് വിത്തിൻ ദി മെറ്റീരിയൽ, അതിനെയാണ് നമ്മൾ അതിന്റെ സ്ട്രെസ് എന്ന് പറയുക. ഇനി ദ വേ ദ മെറ്റീരിയൽ റിയാക്ട് ടു ദ സ്ട്രെസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റെസ്പോൺസ് ഓഫ് ദി മെറ്റീരിയൽസ് ടു സ്ട്രെസ്. 3 തരത്തിലാണ് അതിന്റെ റെസ്പോൺസ് വരുന്നത്: ഇലാസ്റ്റിക് ബിഹേവിയർ, പ്ലാസ്റ്റിക് ബിഹേവിയർ, ബ്രിട്ടിൽ ബിഹേവിയർ. കാണുന്നുണ്ടല്ലോ അല്ലെ? മിന്നു ഇവിടെ ഇല്ലേ? കാർത്തിക ഇത് പറയുന്നത് കേൾക്കുന്നില്ലേ? മൈക്കോണെ ഇത് പറയാമോ? ശരി. അപ്പൊ റെസ്പോൺസ് ഓഫ് ദി മെറ്റീരിയൽസ്, ഓക്കെ, താങ്ക് യു കേട്ടോ. അപ്പൊ നമ്മുടെ റെസ്പോൺസ് ഓഫ് ദി മെറ്റീരിയൽസ് ടു സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഇതിൽ 3 തരത്തിലുള്ള റെസ്പോൺസ്. നിങ്ങൾ തന്നെ നമ്മൾ സ്റ്റീലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് അറിയാലോ. അപ്പൊ സ്റ്റീലില് ഇലാസ്റ്റിക് റീജിയനും ഉണ്ട്, പ്ലാസ്റ്റിക് റീജിയനും ഉണ്ട്, അത് നമുക്കറിയാം. അപ്പൊ ജനറലി ഏതൊരു വസ്തുവാണെങ്കിലും 3 തരത്തിലാണ് അതിന്റെ ഫെയിലിയേഴ്സ് വരിക. മീൻസ് സ്ട്രെസ്സിനോട്, ദ റെസ്പോൺസ് ഓഫ് ദി മെറ്റീരിയൽസ് ടു സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു അല്ലെ? ഇന്റേണൽ ഒരു ലോഡ് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അതിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, അതാണ് സ്ട്രെസ്. അപ്പൊ അതിന്റെ റെസ്പോൺസ്, മെറ്റീരിയൽസ് എങ്ങനെ ആ സ്ട്രെസ്സിനോട് റെസ്പോണ്ട് ചെയ്യുന്നു എന്നാണ് അടിസ്ഥാനത്തിൽ 3 റെസ്പോൺസ് പറയാം: ഇലാസ്റ്റിക് റെസ്പോൺസ്, പ്ലാസ്റ്റിക് റെസ്പോൺസ്, ബ്രിട്ടിൽ റെസ്പോൺസ്. ഓക്കെ, ഇനി ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയുന്നതാണ്. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡിഫോർമേഷൻ ഉണ്ടായിരിക്കും, ബട്ട് ആഫ്റ്റർ ദി റിമൂവൽ ഓഫ് ദാറ്റ് ഫോഴ്സ്, if it is regained to the original position, that's known as elasticity, and അതിനെയാണ് ഇലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറയുക അല്ലെ? അപ്പൊ അത് ഡിഫോർമേഷൻ റിവേഴ്സിബിൾ ആണ്. അവിടെ ഹുക്സ് ലോ ആണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിന്റെ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് അത് ടെമ്പററി ആവുന്നത്. അറ്റോമിക് ബോണ്ട് സ്ട്രെച്ച്, ബട്ട് അറ്റോമിക് ബോണ്ട് പൊട്ടി പോകുന്നില്ല എന്ന് മനസ്സിലായോ? അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സ്ട്രെച്ച് ആവുന്നുണ്ട്, പക്ഷെ അത് പൊട്ടുന്നില്ല. അങ്ങനെ അത് അറ്റോമിക് ബോണ്ടിങ്ങിലേക്ക് തിരിച്ച് റെസ്യൂം ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഇലാസ്റ്റിറ്റി റിസ്റ്റോർ ചെയ്യാൻ നമുക്ക് പറ്റും. മനസ്സിലായോ? അപ്പൊ ഇത് ഈ ഒരു പടമൊക്കെ വരച്ച് നമുക്ക് അറിയുന്നതല്ലേ, റിവേഴ്സിബിൾ ആണ് സ്ട്രെസ്. ഇതാണ് നമ്മുടെ ഇത്. ഇനി അടുത്തത് പ്ലാസ്റ്റിക് ബിഹേവിയർ. പ്ലാസ്റ്റിക് നമുക്കറിയാലോ, പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ പെർമനന്റ്. പ്ലാസ്റ്റിക് ബിഹേവിയർ എന്ന് നമ്മൾ മെക്കാനിക്സിൽ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? പെർമനന്റ് ഡിഫോർമേഷന് വിധേയമായി എന്നാണ് പ്ലാസ്റ്റിക്കിന്റെ അർത്ഥം. സോയിൽ മെക്കാനിക്സിൽ അങ്ങനെയല്ല കേട്ടോ. പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ വേറെ, ഉരുട്ടാൻ പറ്റും അല്ലേ നമ്മൾ പറഞ്ഞേ,
ആ മണ്ണിനെ നമുക്ക്, അതും ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ്. അതായത് നമ്മൾ അത് ഉരുട്ടി അതിന്റെ പ്ലാസ്റ്റിറ്റി ലൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ ക്രാക്സ് വന്നു എന്ന് പറഞ്ഞാൽ അത് എന്തായാലും അർത്ഥം പെർമനന്റ് ഡിഫോർമേഷൻ വന്നു എന്നാണ് അർത്ഥം. ശരിക്കും പറഞ്ഞാൽ അതാണ് ഇതിന്റെ അർത്ഥം. മനസ്സിലായോ? അപ്പൊ അതാണ് പ്ലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറയുമ്പോൾ അണ്ടർഗോ പെർമനന്റ് ഡിഫോർമേഷൻ അപ്ലൈ സർട്ടൻ ലിമിറ്റ് എന്നുള്ളതാണ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. എന്താണ്? ഒരു മെറ്റീരിയൽ പെർമനന്റ് ആയിട്ട് ഡിഫോർമേഷന് അണ്ടർഗോ ചെയ്തു എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് ബിഹേവിയർ ആണ്, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആണ്. ഓക്കെ, ഇനി അത് തിരിച്ചു വരില്ല കേട്ടോ, അതിന് തിരിച്ചു വരാൻ പറ്റില്ല. ഈൽഡ് സ്ട്രെസ്, ദ സ്ട്രെസ് അറ്റ് വിച്ച് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ബിഗിൻസ്, അതിനെയാണ് ഈൽഡ് സ്ട്രെസ് എന്ന് പറയുക. ബിഫോർ ഈൽഡ് പോയിന്റ് ഇലാസ്റ്റിക് ഡിഫോർമേഷനും ആഫ്റ്റർ പ്ലാസ്റ്റിക് ഡിഫോർമേഷനും ആയിരിക്കും. പെർമനന്റ് ഷേപ്പ് ചേഞ്ച് ആണ്. അറ്റോമിക് പ്ലെയിൻ സ്ലൈഡ് ഓവർ ഈച്ച് അതർ, ആറ്റോമിക് പ്ലെയിൻസ് ഡിസ്ലൊക്കേറ്റഡ് ആയി അല്ലെ, അപ്പൊ അത് ഷിയർ ഫെയിലിയർ പോലെ സംഭവിച്ചു. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചത്. സ്റ്റീൽ ഒക്കെ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മളിത് നിങ്ങൾ MT ലാബിൽ ഈൽഡ് കർവ് വരയ്ക്കുന്നുണ്ട്. അപ്പൊ ഈ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത്, ബ്ലൂ പോർഷൻ ഇലാസ്റ്റിക് റീജിയൻ ആണ്. അതിലെ ഈ ഒരു സ്ട്രേറ്റ് ലൈൻ പോർഷൻ വരെയാണ് ഹുക്സ് ലോ അപ്ലിക്കബിൾ, നിങ്ങൾക്ക് അറിയാം. ഇത് പ്ലാസ്റ്റിക് റീജിയൻ അല്ലേ, മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മുടെ ഇത് പ്ലാസ്റ്റിക് ബിഹേവിയർ. അപ്പൊ മെറ്റീരിയൽ എങ്ങനെ സ്ട്രെസ്സിനോട് ബിഹേവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ 3 തരം ബിഹേവിയർ പറയുന്നത് കേട്ടോ, റെസ്പോൺസ് പറയുന്നത്. ബ്രിട്ടിൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ PCC കോൺക്രീറ്റ് ആലോചിച്ച് നോക്കൂ, പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ചോക്ക്, നമ്മൾ അല്ലെ ചോക്ക് യൂസ്, ചോക്ക്, കല്ലുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബ്രിട്ടിലാണ്. ഗ്ലാസ് ഇതൊക്കെ ബ്രിട്ടിലല്ലേ. കാരണം എന്താണ്? അത് ഒരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഒന്നും കാണിക്കാതെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാണെങ്കിൽ അതിനെ ബ്രിട്ടിൽ എന്ന് പറയും കേട്ടോ. ഓക്കെ, മെറ്റീരിയൽ ഫ്രാക്ചേഴ്സ് വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ, അവിടെ ഈൽഡിംഗ് ഒന്നും ഇല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ പെട്ടെന്ന് തന്നെ നമ്മൾ എന്താ ചെയ്യുക, അത് പൊട്ടിപ്പോവാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ഇപ്പൊ നമ്മുടെ യൂസിസ്റ്റ് ടെസ്റ്റ് ഒക്കെ നമ്മുടെ മണ്ണിൽ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരച്ച ക്ലാസ്സിൽ വരച്ചില്ലേ, ഇങ്ങനെ ഒരു ഷേപ്പിൽ അത് പൊട്ടിപ്പോവും. അപ്പൊ ബ്രിട്ടിൽ ആയതുകൊണ്ടാണ് അത് അങ്ങനെ പൊട്ടിപ്പോയത്. ഓക്കെ, അപ്പൊ അത് ഇലാസ്റ്റിക് അല്ല, അത് ആ കർവ് അങ്ങനെ വന്നുവെങ്കിൽ അത് റപ്ചർ വന്നിട്ടുണ്ട്, അത് പൊട്ടിപ്പോയി. അപ്പൊ അത് ബ്രിട്ടിൽ ആയതുകൊണ്ട് അത് പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യും. മനസ്സിലായോ? ഇറ്റ് കനോട്ട് അണ്ടർഗോ ലാർജ് ഡിഫോർമേഷൻ, പെട്ടെന്നായിരിക്കും പൊട്ടലും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടാവുക. പെട്ടെന്ന് സ്ട്രെങ്ത്തിനേക്കാൾ എക്സീഡ് ചെയ്യുമ്പോഴല്ലേ അത് ഫെയിലിയർ സംഭവിക്കുക. ഇനി അത് വെരി സ്മോൾ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ, സഡൻ ഫ്രാക്ചർ ആയിരിക്കും. ഇത് കണ്ടോ, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഗ്ലാസ് എക്സാമ്പിൾ ആണ്, കോൺക്രീറ്റ് കണ്ടോ, കോൺക്രീറ്റ്, ടെൻഷൻ, സെറാമിക്സ്, ടൈൽസ് അല്ലെ, കാസ്റ്റ് അയൺ. മറ്റേ നമ്മുടെ കാസ്റ്റ് അയണിന്റെ കൂടെ കാർബണും കൂടി ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ എന്താണ്, മൈൽഡ് സ്റ്റീലായി. അപ്പൊ അത് അങ്ങനെയല്ല, അതെന്താണ്, നമ്മൾ MT ലാബിൽ ചെയ്തിട്ടുള്ളതാണ്. അത് മറ്റേതാണ്, എന്താണ്, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ കാണിക്കും. പക്ഷെ കാസ്റ്റ് അയൺ ഒക്കെ ഇല്ലേ, അതൊക്കെ അങ്ങനത്തെ ഉള്ളതാണ് അല്ലേ. നമ്മളെ ചീനച്ചട്ടികളൊക്കെ കാസ്റ്റ് അയണിന്റെ ഒക്കെ യൂസ് ചെയ്യില്ലേ, അപ്പൊ അതൊക്കെ അങ്ങനത്തെ വസ്തുവാണെന്നാണ് പറയുന്നത്. കണ്ടോ, അപ്പൊ അതിന്റെ ഇത് ഇങ്ങനെ ഇരിക്കും എന്നാണ് പറയുന്നത്. കണ്ടോ, ബ്രിട്ടിൽ ബിഹേവിയറിന്റെ കർവ് ഇങ്ങനെയായിരിക്കും. പ്ലാസ്റ്റിക് റീജിയൻ ഉണ്ടായിരിക്കും, പക്ഷെ അത് കണ്ടോ പെട്ടെന്ന് ഈ ഒരു ഇതിലാണ് അത് വരുന്നത്. ക്ലിയർ? ഇനി വരുന്നത് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. അത് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയുന്നതാണ്. MOSലും നമ്മുടെ നെക്കിംഗ് ഒക്കെ വരുന്നു, MT ലാബിലും അറിയുന്നതാണ്. അപ്പൊ അതൊന്നും സെൽഫ് സ്റ്റഡി കേട്ടോ. സ്ട്രെസ് സ്ട്രെയിൻ കാര ഓഫ് ദ ഡക്റ്റൈൽ മെറ്റീരിയൽ, അപ്പൊ അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇനി ഇതിൽ ഡക്റ്റൈലും ബ്രിട്ടിലും തമ്മിൽ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഇപ്പൊ പറഞ്ഞില്ലേ, വെരി സ്മോൾ ആയിരിക്കും, ഇവിടെ പെട്ടെന്നായിരിക്കും. ഫെയിലിയർ മോഡ് ഗ്രാജുവൽ, ഇവിടെ സഡൻ ആയിരിക്കും. എനർജി അബ്സോർപ്ഷൻ ഹൈ ആയിരിക്കും അല്ലെ, സ്ട്രെയിൻ എനർജി ഒക്കെ ഒരുപാട് അക്കോമഡേറ്റ് ചെയ്യും. ഇവിടെ പക്ഷെ ലോ ആയിരിക്കും എനർജി അബ്സോർപ്ഷൻ. സ്റ്റീല്, കോപ്പർ ആണെങ്കിൽ ഗ്ലാസ്, കോൺക്രീറ്റ് ഒക്കെ ബ്രിട്ടിലാണ്. സ്റ്റീല്, മൈൽഡ് സ്റ്റീല്, കോപ്പർ അതൊക്കെ നമ്മുടെ ഡക്റ്റൈൽ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇനി ഇമ്പോർട്ടൻസ് എന്തിനാണ് നമ്മൾ ഇതിനെ പറ്റിയൊക്കെ സ്റ്റഡി ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതിന്റെ ഒരു റപ്ചറിനെ പറ്റി സ്റ്റഡി ചെയ്യുന്നത് എന്തിനാ? സേഫ് ഡിസൈൻ ആവാനായിട്ട്. നമ്മൾ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം സേഫ് സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യണ്ടേ. അപ്പൊ അതിന്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം, സേഫ് ആവണം. അപ്പൊ അതിന് ഇതൊക്കെ സ്റ്റഡി ചെയ്യണം. ഏത് മെറ്റീരിയൽ സെലക്ഷനും ഫെയിലിയർ കണ്ടീഷൻ പ്രൊട്ടക്ഷനും കൺട്രോൾ ഡിഫോർമേഷൻ in order to minimize the deformation, ഇതൊക്കെ നമ്മൾ പഠിക്കണം കേട്ടോ. ഇനി കുറെ തിയറികളെ വരെ കഴിയാറായി, 10 സ്ലൈഡും കൂടിയുള്ളൂ. നമുക്ക് ഇതൊക്കെ കുറെ കാണാപ്പാഠം പഠിക്കേണ്ടതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഞാനിത് ആദ്യമായിട്ട് തന്നെ കാണുന്ന ഈ ടോപ്പിക്കൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഇതിൽ ഫെയിലിയർ തിയറീസ് ആണ് വരുന്നത് കേട്ടോ. മനസ്സിലായോ? എങ്ങനെയാണ് വസ്തുക്കൾ ഫെയിൽ ആവുക എന്നുള്ളതിന്റെ ബേസിലാണ്. ഒന്നുകിൽ ടെൻഷനിലായാലേ പൊട്ടുക, അല്ലെങ്കിൽ കംപ്രഷനിലായിരിക്കും, ഷിയറിലായിരിക്കും എന്നുള്ളത് അറിയാം, അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടായിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് കുറെ തിയറി അല്ലെ, ഡക്റ്റൈൽ ബ്രിട്ടിൽ മെറ്റീരിയൽസ് ഉണ്ട്, ഇലാസ്റ്റിക്, നമ്മളെന്താ ഇലാസ്റ്റിക് മെറ്റീരിയൽസ്, പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് പറയാം, അല്ലെങ്കിൽ ഡക്റ്റൈൽ ബ്രിട്ടിൽ മെറ്റീരിയൽസ് പറയാം. MOSൽ നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നു. അപ്പൊ ഈ വസ്തുക്കൾ ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ഡിഫറെന്റ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ
ബ്രേക്ക് ആവുന്നുണ്ടാവുക. ഓക്കെ, ഇതൊക്കെ അറിഞ്ഞാലേ നമുക്ക് മെഷീൻ കമ്പോണൻസിന്റെയും പ്രഷർ വെസൽസ്, സ്ട്രക്ചറൽ മെമ്പേഴ്സ്, ബ്രിഡ്ജസ്, ബിൽഡിങ്സ് ഒക്കെ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ തിയറീസ് 3 തിയറീസ് ആണ് പഠിക്കാനുള്ളത്. മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി, നമ്മുടെ സിഗ്മ 1 സിഗ്മ 3 ഇല്ലേ, അതേപോലെ സിഗ്മ 1 മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് അറിയാലോ. മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് അതായത് ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഒരു സിമ്പിൾ ടെൻസൈൽ സ്ട്രെസ് നിങ്ങൾ പെർഫോം ചെയ്യാന്ന് വിചാരിച്ചോളൂ. നമ്മളൊരു പേന എടുത്തിട്ട് 2 ഭാഗത്തുനിന്ന് ഇങ്ങനെ വലിക്കാന്ന് വിചാരിച്ചോളൂ. അപ്പൊ അത് വലിഞ്ഞ് ഒരു പേന സ്റ്റീലോ അങ്ങനെ എന്തെങ്കിലും സാധനമാണെങ്കിൽ പേനയ്ക്ക് അല്ലെ സ്റ്റീലിന്റെ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ അതിനെ സ്ട്രെച്ച് ചെയ്തിട്ട് കോൺക്രീറ്റ് UTM-ലൊക്കെ വെച്ച് ചെയ്യുന്ന പോലെ. അപ്പൊ അതൊരു ടെൻസൈൽ ഇതിലല്ലേ പൊട്ടുണ്ടാവുക. അപ്പൊ ആ വാല്യൂവിനോട് അത് ഒരു വാല്യൂ നോട്ട് ചെയ്തു, ബ്രേക്കിംഗ് ലോഡ് ബൈ ഏരിയ ചെയ്തപ്പോൾ നമുക്ക് അതിന്റെ എന്ത് കിട്ടി, ആ ഒരു സ്ട്രെസ് കിട്ടി. അതിനോട് തുല്യമായിട്ട് നമ്മുടെ പ്രിൻസിപ്പൽ നമ്മുടെ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് ഇല്ലേ സിഗ്മ 1, മോർ സർക്കിളൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് അതിന്റെ സിഗ്മ 1 കിട്ടുമല്ലോ. അപ്പൊ ഈ തിയറി പറയുന്നത് ഫെയിലിയർ ഒക്കേഴ്സ് എപ്പോഴാണ് ഫെയിലിയർ ഒക്കർ ചെയ്യുക, സിഗ്മ 1 നമ്മുടെ ആ ബ്രേക്കിംഗ് ലോഡ് ബൈ ഏരിയക്ക് തുല്യമാകുമ്പോഴാണ് ഇത് നടക്കുക എന്നുള്ള രീതിയിലുള്ള സിദ്ധാന്തത്തിനെയാണ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി എന്ന് പറയുന്നത്. മനസ്സിലായോ? സിഗ്മ 1 എന്ന് പറയുന്നത് ഈൽഡ് സ്ട്രെസ്സിന് തുല്യമാകുമ്പോഴാണ്, അൾട്ടിമേറ്റ് സ്ട്രെസ്സിന് തുല്യമാകുമ്പോഴാണ് നമ്മുടെ അത് വരുന്നത് കേട്ടോ. അപ്പൊ അതാണ് ഫസ്റ്റ്. അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ നോക്കിയാൽ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ. ഇനി അത് ബ്രിട്ടിൽ മെറ്റീരിയൽസിൽ അത്ര ഇത് വർക്ക് ആവുക, കോൺക്രീറ്റിലും ഗ്ലാസ്സിലും സെറാമിക് സ്റ്റീലിലും വർക്ക് ആവില്ല കേട്ടാ. ഈ പറയുന്ന സാധനത്തിലും അത്രേ, ഈ എക്സാമ്പിൾസിൽ മാത്രമാണ് തിയറി വർക്ക് ആവുക. മനസ്സിലായോ? ഇനി അടുത്തത് വേറെ തിയറി, മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി. ഇതിനെയൊക്കെ വേറെ എന്തൊക്കെ പേര് എഴുതിച്ചിട്ടുണ്ടാകും വേണ്ട. മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി എന്ന് പറയുന്നത് ഡക്ടൈൽ മെറ്റീരിയൽസിന് അത് പഠിക്കണം കേട്ടോ. ഇത് ആർക്കായിരുന്നു, ബ്രിട്ടിൽ വസ്തുക്കൾക്കാണ് ഈ തിയറി അപ്ലിക്കബിൾ. ഇത് ഡക്ടൈൽ വസ്തുക്കൾക്കാണ് ഈ തിയറി അപ്ലിക്കബിൾ വരിക. മനസ്സിലായോ? അപ്പൊ ഇവിടെ കണ്ട മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻഡിക്കേറ്റ്സ് ആർ yielding begins when the maximum shear stress reaches the maximum shear stress. അതായത് നിങ്ങൾ ഡബിൾ ഷിയർ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നില്ല MT ലാബിൽ, അപ്പൊ ആ രീതിയിലായിരിക്കും തോന്നുന്നു. അതായത് മാക്സിമം ഷിയർ സ്ട്രെസ്സിൽ തുല്യമാവുമ്പോഴാണ് എന്ത് yielding ബിഗിൻ ചെയ്യുന്നത്. മാക്സിമം ഷിയർ സ്ട്രെസ് അറ്റ് yielding begins when the maximum shear stress in the material reaches the maximum shear stress at yielding in simple shear test. മനസ്സിലായോ? ഇപ്പൊ ടോമാക്സ് നമ്മൾ പഠിച്ചതല്ലേ, ടോമാക്സ് എങ്ങനെയായിരുന്നു, സിഗ്മ 1 മൈനസ് സിഗ്മ 3/2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സോയിൽ മെക്കാനിക്സിൽ അല്ലെങ്കിൽ MOS പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആ ഒരു സാധനം അല്ലേ, ടോമാക്സ് എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ നാളെ നമ്മൾ അതിന്റെ ഒരു പ്രോബ്ലം ചെയ്യും, സോയിൽ മെക്കാനിക്സിലെ ലാസ്റ്റ് പ്രോബ്ലം ആയിട്ട് ചെയ്യും, ഷിയർ സ്ട്രെങ്ത്തിലത്തെ. അപ്പൊ അത് സിഗ്മ 1 മൈനസ് സിഗ്മ 3/2 കണ്ടോ. അപ്പൊ അതല്ലേ ഇവിടെ പറയണേ, ടോമാക്സ് ഈക്വൽ ടു ഹാഫ് ഓഫ് സിഗ്മ y ആവുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള തിയറിയാണ് അത് കേട്ടോ. ഓക്കെ, അത് ഈ വസ്തുക്കളിലാണ് ഇത് നടക്കുക. അടുത്ത ഡിസ്റ്റോർഷൻ തിയറി, അതും കൂടി കഴിഞ്ഞു തോന്നുന്നു. ഡിസ്റ്റോർഷൻ തിയറി എന്ന് പറയുമ്പോൾ എന്താണ്, ഡിസ്റ്റോർഷൻ എനർജി ദ മെറ്റീരിയൽ റീച്ചസ് സെയിം വാല്യൂ ഓഫ് ദ yielding. ഈ ഡിസ്റ്റോർഷൻ എനർജി ആയിട്ട് yieldingന് തുല്യമായിട്ട് നമ്മുടെ ഡിസ്റ്റോർഷൻ എനർജി ഇൻ ദ മെറ്റീരിയലിന്റെ ഡിസ്റ്റോർഷൻ എനർജി അതിൽ yieldingന്റെ സമയത്ത് ഡിസ്റ്റോർഷൻ എനർജിക്ക് തുല്യമാവുമ്പോൾ അത് ഫെയിലിയർ സംഭവിക്കുകയാണെങ്കിൽ അത് ഈ പ്രകാരം തിയറിയാണ്. സ്ട്രെയിൻ എനർജി പോലെ, മനസ്സിലായോ? ഡിസ്റ്റോർഷൻ തിയറി അതായിരിക്കാം. സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പൊ അതാണ് ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കുക. ഈ ടേബിൾ നോക്കുക കേട്ടോ. ഏതിനാണ് ഇവിടെ കണ്ടോ, ഫെയിലിയർ മാക്സിമം നോർമൽ സ്ട്രെസ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇത്, മാക്സിമം ഷിയർ സ്ട്രെസ് ഡിസ്റ്റോർഷൻ എനർജിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇത് എന്നൊക്കെ പറഞ്ഞു. ഇനി ഇതേ പറഞ്ഞ പോലെ yielding പ്രഡിക്റ്റ് ചെയ്യാനൊക്കെ ഈ ഫെയിലിയർ തിയറീസ് നമുക്ക് ആവശ്യമുണ്ട് അല്ലെ. എങ്ങനെയായിരിക്കാം മെറ്റീരിയൽ yield ആവുക എന്നുള്ളത് അറിയണമെങ്കിൽ 3 തിയറീസും അപ്ലൈ ചെയ്ത് നോക്കുക. ബ്രിട്ടിലാണെങ്കിൽ ആ തിയറി അപ്ലൈ ചെയ്യേണ്ടി വരും, ഡക്റ്റിലാണെങ്കിൽ ആ തിയറി അപ്ലൈ ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരിക്കും. മനസ്സിലായോ? ഇനി അതിന്റെ ഒരു ഫിഗറും കാര്യങ്ങളും കണ്ടോ, ഇത് ഇപ്പൊ നമ്മുടെ MOS ബേസ് ചെയ്ത പോലെ ഒരു കുറെ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഓക്കെ, ഇനി ഇതെന്തായിരുന്നു, ഇതിലെ ടൈപ്സ് ഓഫ് ഫ്രാക്ചർ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് വരാം. നമുക്ക് സ്കിപ്പ് ചെയ്യാം അല്ലേ, നിങ്ങൾ വായിച്ചോളൂ. വായിച്ചിട്ട് നമുക്ക് എപ്പോഴെങ്കിലും ഒരു അവർ കിട്ടുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇത് കവർ ചെയ്യാം. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക കേട്ടോ. ബ്രിട്ടിൽ 2 വസ്തുക്കളാണ് നമുക്കറിയാം. ബ്രിട്ടിൽ, ഡക്ടൈൽ എന്ന് പറയുന്ന 2 ടൈപ്പ് മെറ്റീരിയൽസ് ആണ് വരുന്നത്. മനസ്സിലായോ? ഡക്ടൈൽ ഫെയിലിയർ, ഡക്ടൈൽ ആണെങ്കിൽ അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ,
ഡക്റ്റൈൽ ആണെങ്കിൽ ലാർജ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ വരും, സ്ലോ ക്രാക്ക് ഫോർമേഷൻ ആയിരിക്കും ഉണ്ടാവുക അല്ലെ, പെട്ടെന്നല്ലേ പതിയെ അല്ലേ നമ്മളത് ക്രാക്ക് ഫോർമേഷൻ പ്രൊപ്പഗേഷനും കാര്യങ്ങളും വരിക ഡക്റ്റൈൽ ആകുമ്പോൾ. നമ്മൾ PCCയിൽ സ്റ്റീൽ ആഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, റീൻഫോഴ്സ്ഡ് മെമ്പേഴ്സ് ആക്കാൻ കാരണം എന്താ, പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ബ്രിട്ടിലാണ്. അപ്പൊ അതിനെന്താണ് ടെൻഷൻ എടുക്കാൻ പറ്റില്ല, കംപ്രസീവ് ലോഡ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, കംപ്രഷൻ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതില് സ്റ്റീൽ റീൻഫോഴ്സ്മെന്റ് ബാർസ് ഇടുമ്പോഴാണ് നമുക്ക് ആ ഡക്റ്റൈൽ ആവാൻ പറ്റുക. അപ്പൊ അങ്ങനെ ക്രാക്ക് പ്രൊപ്പഗേഷനൊക്കെ നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. അതുപോലെ ലാർജ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആയിരിക്കും ഇതിൽ വരിക. ഹൈ എനർജി അബ്സോർപ്ഷൻ, നെക്കിങ് ഒക്കെ വരും. സ്റ്റീല്, അലുമിനിയം, കോപ്പർ ഒക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇത് FM-ലത്തെ പുറത്തെ കുറച്ച് ടോപ്പിക്സ് അല്ലേ വരുന്നത്. റിയോളജി എന്ന് പറയുമ്പോൾ എന്താ, വാട്ട് ഈസ് റിയോളജി, നമ്മുടെ സിലബസിൽ അത് വരുന്നുണ്ട്. റിയോളജി, ഫ്ലോ ആൻഡ് ഡിഫോർമേഷൻ മെറ്റീരിയൽസ് ഓവർ ടൈം അണ്ടർ അപ്ലൈഡ് സ്ട്രെസ്, അതിനെയാണ് റിയോളജി എന്ന് പറയാം. ഓക്കെ, ഈ ലൂബ്രിക്കന്റ്, പെയിന്റ്സ്, പോളിമർ പ്രോസസ്സിംഗ്, ബിറ്റുമിൻ ഫ്ലോ ഇൻ പേയ്മെന്റ്സിലൊക്കെ നമ്മൾ ആ ഒരു വേർഡും പ്രോസസ്സും നമ്മൾ സ്റ്റഡി ചെയ്യാറുണ്ട്. ഫ്ലൂയിഡ്സിന്റെ ബിഹേവിയർ, അതുപോലെ വിസ്കോ ഇലാസ്റ്റിക് സോളിഡ്സിന്റെ ബിഹേവിയർ ഒക്കെ സ്റ്റഡി ചെയ്യുമ്പോൾ റിയോളജി എന്നുള്ള രീതിയിലൊരു പഠനം നടത്താറുണ്ട്. അതിൽ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്, ന്യൂട്ടോണിയൻ ഒക്കെ FM-ൽ പഠിച്ച സംഭവങ്ങൾ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്താ, ഈ ഇതല്ലേ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷിയർ സ്ട്രെസ്സും ഷിയർ റേറ്റും തമ്മിൽ ലീനിയർ ആണെങ്കിൽ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. നോൺ ന്യൂട്ടോണിയൻ എന്ന് പറയുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ഒബേ ചെയ്യുന്നില്ലെങ്കിൽ, കോൺക്രീറ്റ്, ബിറ്റുമിൻ, പോളിമർ, ടൂത്ത് പേസ്റ്റ് ഒക്കെ ഇതാണെങ്കിൽ, വാട്ടർ, എയർ, ലൈറ്റ്, ഓയിൽസ് ഒക്കെ ഇതാണ് നമ്മുടെ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു ടോപ്പിക് 4 സ്ലൈഡാണ് നമുക്കുള്ളത്. തെർമൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇനി വരുന്നത് കേട്ടോ. തെർമൽ പ്രോപ്പർട്ടീസ്, ഹൗ മെറ്റീരിയൽസ് റെസ്പോണ്ട് ടു ടെമ്പറേച്ചർ ചേഞ്ചിനോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിനെ അല്ലേ നിങ്ങളെ മോയ്സിൽ പഠിച്ച സാധനം ഡെൽറ്റ എന്താണ്, ലീനിയർ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ മൾട്ടിപ്ലൈഡ് ബൈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇൻറ്റു ലെങ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഒരു വസ്തുവിന്റെ ഒറിജിനൽ ലെങ്ത് അറിയാം. അതിനെ അതിന്റെ ലീനിയർ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ ലെങ്ത് എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതറിയാലോ, നമുക്ക് MOSൽ അറിയുന്ന കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് ടെമ്പറേച്ചർ ചേഞ്ചസിന് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് ടെമ്പറേച്ചർ അല്ലെ. ഓരോ വസ്തുക്കളും ഓരോ രീതിയിലല്ലേ ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. പറഞ്ഞ പോലെ സ്ട്രക്ചറൽ ഡിസൈനിലും ഫയർ സേഫ്റ്റി, തെർമൽ ഇൻസുലേഷൻ, ഇൻഡസ്ട്രിയൽ ഫർണസസ് ഡിസൈനിലൊക്കെ നമുക്കിത് ആവശ്യമുണ്ട്. അപ്പൊ അതിന്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ടെമ്പറേച്ചർ വരുമ്പോഴാണ് എക്സ്പാൻഷൻ വരുമ്പോഴാണ് നമുക്കറിയില്ലേ ക്രാക്ക്, ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ട് ക്രാക്കുകൾ വരാം. ഭയങ്കരമായിട്ട് ഇപ്പോൾ ചൂടുകാലല്ലേ, ചൂടുകാലം കൊണ്ട് തന്നെ ബിൽഡിങ്സിൽ ക്രാക്സ് ഒക്കെ നമ്മൾ ആ ഒരു എക്സ്പാൻഷൻ ജോയിന്റ് എന്ന് പറയുന്ന സാധനം പ്രൊവൈഡ് ചെയ്യണം. എക്സ്പാൻഷന് വേണ്ടിയിട്ടൊരു എലമെന്റ്സ് പോലെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതൊന്നും പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, സേഫ് ഡിസൈൻ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കാരണം ക്രാക്സ് വരാം സ്ട്രക്ചേഴ്സിൽ. മനസ്സിലായോ? സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ അല്ല ഈ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിലൊക്കെ വരുന്നുണ്ടാവും തെർമൽ സ്ട്രെസ് ഭയങ്കരമായിട്ട് വരികയാണെങ്കിൽ. അതുപോലെ ബക്ലിംഗ് ഫെയിലിയേഴ്സും അതുകൊണ്ടാണ് നമ്മൾ ഈ എക്സ്പാൻഷൻ ജോയിന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ടൊരു സ്പേസ് വിട്ടു കൊടുക്കുന്നത് കേട്ടോ. അത് നമ്മുടെ റോഡുകളിലൊക്കെ RCC റോഡുകളില്ലേ, ഇപ്പൊ നമ്മൾ തൃശ്ശൂർക്ക് പോകുമ്പോൾ കാണാം, ഇപ്പോൾ കൈപ്പറമ്പെന്ന് പോകുമ്പോൾ നമ്മൾ അവിടെ എന്താ റിജിഡ് പേയ്മെന്റ് സ്ലാബുകളാണ് കാണാറ്, കോൺക്രീറ്റ് സ്ലാബുകളല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൽ എക്സ്പാൻഷൻ ജോയിന്റ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. എന്നാലേ ഈ പറയുന്ന ടെമ്പറേച്ചർ മീൻസ് അതിനെ നമുക്ക് ഡിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? റെയിൽ ട്രാക്സിലൊക്കെ ഈ പറയുന്ന ഗ്യാപ്സ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ അല്ലേ? പിന്നെ തെർമൽ കണ്ടക്ടിവിറ്റി, അത് നിങ്ങൾക്ക് അറിയുന്നതല്ലേ, എന്താണ് തെർമൽ കണ്ടക്ടിവിറ്റി, എങ്ങനെയാണത് മെറ്റീരിയൽ ഹീറ്റിനെ കടത്തിവിടുക എന്നുള്ളത്. ഹൈ തെർമലും ലോ തെർമലും ഉണ്ട്. ലോ തെർമൽ ആണെങ്കിൽ ഗുഡ് ഇൻസുലേഷൻ പ്രോപ്പർട്ടീസ് ഒക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. തെർമൽ ഷോക്ക് എന്ന് പറയുമ്പോൾ തെർമൽ ഷോക്ക് ഓക്കേഴ്സ് വെൻ എ മെറ്റീരിയൽ എക്സ്പീരിയൻസ് റാപ്പിഡ് ടെമ്പറേച്ചർ ചേഞ്ച്. തെർമൽ ഷോക്ക് എങ്ങനെയാണ് അത്, തെർമൽ ഷോക്ക്, ഫയർ എക്സ്പോഷർ. ആ തെർമൽ ഷോക്ക് അതെ അല്ലേ, ചില ബിൽഡിങ്സ് ഒക്കെ എന്തായിരിക്കും ഫയർ സസെപ്റ്റിബിലിറ്റി കൂടുതലായിരിക്കും. ഫയർ എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ ചില ബിൽഡിങ്സ് ഒക്കെ എന്തായിരിക്കും അത് പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന പോലത്തെ ഒരു ടെൻഡൻസി വരില്ലേ. അപ്പൊ അതാണ്
തെർമൽ ഷോക്കിനെ പറ്റി സ്റ്റഡി ചെയ്യണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? കാരണം അതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ അങ്ങനെ കൂടുതലും ടെമ്പറേച്ചറിനോട് ഭയങ്കര എഫിനിറ്റി ഉള്ളതാണെങ്കിൽ അത് അങ്ങനെയായിരിക്കും ഫയറും കാര്യങ്ങളൊക്കെ വരിക. മനസ്സിലായോ? ഗ്ലാസ് സ്ട്രക്ചേഴ്സ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ റിഫ്രാക്ടറി മെറ്റീരിയൽസ്, ഗ്ലാസ് തന്നെയാണ് റിഫ്രാക്ടറി മെറ്റീരിയൽസ്. ഇൻഡസ്ട്രിയൽ ഫർണസസ് അല്ല, ഇൻഡസ്ട്രിയലിലുള്ള അതൊക്കെ മനസ്സിലായോ? ഗ്ലാസ് ടൈപ്പ് ഒക്കെ ആണെങ്കിൽ അത് കണ്ടോ, കോട്ടിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഔട്ട്ഡോർ ഷെയ്ഡിങ് പാറ്റേൺസ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ. അതുപോലെ ഹീറ്റിംഗ് വെൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, ഇൻഡോർ ഷെയ്ഡ്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്. ഓക്കെ അല്ലേ? അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഇത് എന്താ പറയുക, ഇത്രയാണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൻ്റെ നോട്ട് ഞാൻ ഗ്രൂപ്പിലിടാം, ഒന്ന് വായിക്കുക. നമുക്ക് ഇനി ഒരു പീരീഡ് ഒരു ഓൺലൈൻ ക്ലാസ് കൂടി വേണ്ടി വരും. അതിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്തി നമുക്ക് നമ്മുടെ ഈ ഓണേഴ്സ് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ. അപ്പം ഇനി ഒരു സാറ്റർഡേയോ അല്ലെങ്കിൽ സൺഡേയോ കിട്ടുമ്പോൾ നമ്മൾ അതായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, താങ്ക് യു.